വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമ്മൾ ഹോം മെയ്ഡ് ആക്രിലിക് പെയിന്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലാട്ടും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ആക്രിലിക് പെയിന്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അറിയണ്ടേ ഇത് വർക്കൗട്ട് ആവോ, എത്രത്തോളം വർക്കൗട്ട് ആവും, ബോട്ടിലാട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അതിനുവേണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പലർക്കുമുള്ള സംശയം അത് തന്നെയാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേബി പൗഡർ ആണ്. ബേബി പൗഡർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ടാൽക്കം പൗഡർ എടുക്കാം. പിന്നെ വൈറ്റ് ഗ്ലൂ, അതിപ്പോൾ ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ നമ്മുടെ ഫെവിക്കോളോ എടുക്കാം. പിന്നെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഫുഡ് കളറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്കെച്ച് പെന്നാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ എടുക്കാം, ഇങ്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബീറ്റ്റൂട്ട്, ഉജാല, മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ 2 ടീസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂവിൻ്റെ അളവ് അധികം കൂടാൻ പാടില്ല കേട്ടോ, 1 ടീസ്പൂൺ തന്നെ എടുക്കാം. പിന്നെ അല്പം വെള്ളം, ഞാനിപ്പോൾ ഈ 1 ടീസ്പൂണിൽ 1 ടീസ്പൂൺ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ പെയിന്റിന്റെ ഒരു കൺസിസ്റ്റൻസി വരണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പെയിന്റിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓരോന്നിലേക്ക് മാറ്റുന്നുണ്ട്, വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റാണ് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ എടുത്തതിൽ ഞാൻ കുറച്ച് വൈറ്റ് പെയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ചെയ്തേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 2 ഡ്രോപ്സ് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഓരോന്നിനും നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ ബാക്കിലത്തെ ഒരു സാധനമല്ലേ, അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് 2-3 ഡ്രോപ്സ് വെള്ളമാക്കി കൊടുക്കുക. അധികം വെള്ളം ആവരുത് കേട്ടോ. എന്നിട്ട് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കൈമഴൊക്കെ ഇങ്ക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. ഇപ്പൊ സ്കെച്ചിന്റെ ഇങ്ക് കൈമഴ ആയി കഴിഞ്ഞാൽ പോവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. കണ്ടില്ലേ, നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടും ഒരു ഗ്രേ കളറിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ടും ശരിയാവുന്നില്ല, ഒരു ഗ്രേ കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇതെങ്ങനെ നിൽക്കട്ടെ. ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്താലും കിട്ടും. ഇനി നമുക്ക് ബാക്കിയിലും കളർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ യെല്ലോ കളർ മിക്സ് ചെയ്തതിൽ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്ലൂവും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലായിട്ടൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ വളരെ കുറച്ച് പെയിന്റ് ആണ് ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വളരെ ചെറിയൊരു ബോട്ടിലാണ് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതിൽ ബേസ് കോട്ട് അടിക്കാം. അപ്പം നമ്മൾ വൈറ്റ് കളറാണ് ബേസ് ആയിട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു കോട്ട് അടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണ ആക്രിലിക് പെയിന്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 കോട്ട് മിനിമം നമ്മൾ അടിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ഇതെന്തായാലും ഉണങ്ങിയിട്ട് നമുക്ക് ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങാനായിട്ട് അധികം നേരം ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫാനിന്റെ അടിയിലോ അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു കോട്ടും കൂടി അടിക്കാം. ഇപ്പൊ കുഴപ്പമില്ല, 2 കോട്ട് അടിച്ചിട്ട് കുഴപ്പമില്ല. ഇനി ഒരു കോട്ടും കൂടി അടിച്ചാൽ നമുക്ക്, എനിക്ക് തോന്നുന്നു, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും തോന്നുന്നു. അപ്പൊ ഇതും കൂടി ഉണങ്ങിയിട്ട് നമുക്ക് ഒരു കോട്ടും കൂടി അടിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ 3 കോട്ട് പെയിന്റ് ആണ് ഇപ്പോൾ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 3 കോട്ട് അടിച്ചപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസ് കളർ കൊടുക്കാനായിട്ട് നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കും കൂടി ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്, വലിയ ഭംഗിയിലൊന്നും വരച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ ഉണ്ടാക്കിയത് ഒരു ഗ്രേ കളറായി പോയെങ്കിലും അത് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ എന്തായാലും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും ഒരു 2 കോട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും, എന്നാലാണ് കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ഷൈനിങ്ങും ആ ഒരു ഭംഗിയും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് 2 കോട്ടൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ 2 കോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാതും 2 കോട്ട് ചെയ്തിട്ടുണ്ട്. 2 കോട്ട് ചെയ്തപ്പോൾ ഒന്നും കൂടിയും ഒരു ഭംഗിയായിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്നത്ര ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അതെത്രയായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം പുറത്തുനിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന അത്രയും ഭംഗിയിൽ നമുക്ക് വരില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയത് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമുക്ക് ബേസ് കോട്ട് കൊടുക്കാനായിട്ട് നല്ല അടിപൊളി ഐഡിയ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ കളർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് കോട്ട് 2-3 കോട്ട് അടിച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ബേസ് കോട്ട് കൊടുക്കാനായിട്ട് നല്ല അടിപൊളി ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതേപോലത്തെ നമ്മൾ എന്തെങ്കിലും ഡ്രോയിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ 2 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ആ കറക്റ്റ് ഒരു ഫിനിഷിങ്ങും ആ ഒരു ഗ്ലേസിങ്ങും എന്നാലും കിട്ടുന്നില്ല. പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യമാണ് പറയാനുള്ളത്. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് പെയിന്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അത് ബോട്ടിലായിട്ട് കഴിയുമ്പോഴേക്കും ആ പെയിന്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാധാരണ പെയിന്റും നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ കട്ട് ചെയ്യാവുമല്ലോ, അതിനേക്കാളും എളുപ്പത്തിൽ വേഗത്തിൽ ഇത് കട്ട് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അടച്ചു വെച്ച് സൂക്ഷിച്ചാലും ഇത് എത്ര നാള് അതേപോലെ നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും ഒരേപോലെയാണോ വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് അറിയാലോ. ഞാൻ ചെയ്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നും നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.